നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ലങ്കാനഗരത്തെ ഒന്ന് അവലോകനം ചെയ്ത കപീന്ദ്രൻ ചിലത് സങ്കല്പം ചെയ്തു. ഉത്സാഹം അമേയമായി വർദ്ധിച്ചു. ഇനി എന്ത് ചെയ്യണം ആലോചിച്ചു. ഈ ലങ്കാരാജ്യത്തിൽ ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ പ്രവൃത്തി ഈ രാക്ഷസന്മാർക്ക് വീണ്ടും വീണ്ടും സന്താപത്തെ ഉണ്ടാക്കുന്നതാകണം. അശോകവനിക എന്നു പേരായ പൂങ്കാവ് മുഴുവനും നശിപ്പിച്ചു. എതിർത്ത് വന്ന രാക്ഷസ മുഖ്യന്മാരെ നിഗ്രഹിച്ചു. അവരൊന്നിച്ചു വന്ന മിക്ക സൈന്യങ്ങളെയും നിഗ്രഹിച്ചു. ഇനി ഈ ദുർഗങ്ങൾ നശിപ്പിക്കലാണ് ബാക്കിയായി കാണുന്നത്. ഈ നഗരിയിലെ ഉത്തമ മന്ദിരങ്ങൾ, ആയുധ സജ്ജീകരണം ചെയ്ത കോട്ടകൊത്തളങ്ങൾ, വിമാനങ്ങളായ 7 നില ഭവനങ്ങൾ എന്നിവയൊത്ത ലങ്കാനഗരത്തെ നശിപ്പിക്കണം. അതോടുകൂടി സമുദ്രം ചാടിക്കടന്നു വന്ന എൻ്റെ മഹാകർമ്മം സഫലമായി തീർന്നു. ഈ ദുർഗങ്ങൾ തകർക്കുക എന്നത് ഇപ്പോൾ പണിപ്പെട്ടു ചെയ്യേണ്ടതായിരിക്കുന്നതും ഇല്ല. ഇതുകൂടി കഴിഞ്ഞാൽ സീതോന്വേഷണ രൂപമായ കാര്യം വേണ്ടതുപോലെ സാധിച്ചതായി കണക്കാക്കാം. എൻ്റെ വാലിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിദേവൻ യാതൊരു വിഷമവും എനിക്ക് തരുന്നില്ല. പരമോപകാരം ചെയ്യുന്ന ഈ ദേവനെ സംതൃപ്തനാക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ. ലങ്കാരാജ്യത്തിലെ മണിസൗധങ്ങൾ കൊണ്ട് ഈ ദേവനെ സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ ചുമതല തന്നെയാണ്. ശ്രീരാമചന്ദ്രനെ മനസാ നമസ്കരിച്ച ഹനുമാൻ കാർമേഘത്തിൽ കാണുന്ന ഇടിമിന്നൽ എന്ന പോലെ പുച്ഛത്തിൽ മുഴുവൻ ആളുന്ന അഗ്നിയോടുകൂടി ലങ്കാനഗരിയിലെ മണിമന്ദിരങ്ങളുടെ മുകളിൽ കൂടി സഞ്ചാരമാരംഭിച്ചു. ഒരു ഗൃഹത്തിൽ ചെന്നിരുന്ന് വാലിലുള്ള അഗ്നിയെ അങ്ങോട്ട് പടർത്തിയ ശേഷം മറ്റൊന്നിലേക്ക് കടക്കും. പ്രധാന ഭവനങ്ങളിലെ പൂന്തോട്ടം മുതലായ വിശേഷ ഭാഗങ്ങളെയും അതുപോലെ തന്നെ ദഹിപ്പിച്ചു തുടങ്ങി. ഗൃഹങ്ങൾ ആള് കത്തുമ്പോൾ സ്വച്ഛന്തം യാതൊരു കൂസലും കൂടാതെ അതിൻ്റെ മധ്യത്തിൽ കൂടി മറ്റൊന്നിലേക്ക് പ്രവേശിക്കും. വായുവേഗതയിൽ സഞ്ചരിക്കുന്ന മഹാബലവാനായ ഹനുമാൻ പ്രഹസ്തൻ്റെ ഗൃഹ അഗ്രത്തിൽ ചെന്നിരുന്നു. അഗ്നിദേവൻ അതിലേക്ക് പകർന്നു. മഹാപാർശ്വ ഗൃഹത്തിലും പ്രളയാഗ്നി പോലെ പടർന്നു പിടിച്ചു. തുടർന്ന് വജ്രദംഷ്ട്രൻ, ശൂകൻ, ബുദ്ധിമാനായ സാരണൻ, ഇന്ദ്രജിത്ത്, ജംബുമാലി, സുമാലി, രശ്മികേതു, സൂര്യശത്രു, ഹ്രസ്വകർണൻ, ദംഷ്ട്രൻ, രോമേശൻ, യുദ്ധോന്മത്തൻ, മത്തൻ, ധ്വജഗ്രീവൻ, അതിഘോരനായ വിദ്യുജ്ജിഹൻ, ഹസ്തിമുഖൻ, കരാളൻ, വിശാലൻ, ശോണിതാക്ഷൻ, കുംഭകർണൻ, മകരാക്ഷൻ, നരാന്തകൻ, കുംഭൻ, മഹാത്മാവായ നികുംഭൻ, യജ്ഞശത്രു, ബ്രഹ്മശത്രു മുതലായ രാക്ഷസവരന്മാരുടെ ആലയങ്ങളിൽ ചെന്നിരുന്ന് അവയെല്ലാം അഗ്നിദേവന് സമർപ്പിച്ചു. എന്നാൽ ഒരു മന്ദിരത്തെ ശ്രീ ഹനുമാൻ ആ അഗ്നിസമുദ്ര മധ്യത്തിൽ കേടുകൂടാതെ നിർത്തി. വിഭീഷണ ഗൃഹം. അനശ്വര യശസ്സാർന്ന ആഞ്ജനേയർ അനർഘങ്ങളായ ഐശ്വര്യം നിറഞ്ഞ ആ ഭവനങ്ങളെ മുഴുവൻ ചാമ്പലാക്കി. രാക്ഷസ ശ്രേഷ്ഠന്മാരിൽ എല്ലാവരുടെയും ഭവനങ്ങൾ ഭസ്മമാക്കിയതിൽ പിന്നെ അതിപ്രശസ്ത പരാക്രമിയും അതിസന്തോഷലക്ഷണം ആയിരിക്കുന്ന പ്രസാദലക്ഷ്മി മുഖത്തിൽ വെട്ടിത്തിളങ്ങുന്നവനുമായ ഹനുമാൻ രാവണൻ്റെ അരമനയിൽ പ്രവേശിച്ചു. സഹായികളെയെല്ലാം അമർത്തിയിട്ടേ മഹാരാജാവിൻ്റെ സമീപം ചെല്ലാവൂ എന്ന രാജനീതിയെ അനുസ്മരിച്ച മാരുതി ആൾക്കാരെയെല്ലാം ആപത്തിൽ പെടുത്തിയതിനു ശേഷം അധിപൻ്റെ അടുത്തെത്തി. ലങ്ക രാജ്യത്തിലുള്ള മന്ദിരങ്ങളുടെ മധ്യത്തിൽ പ്രമുഖവും ദിവ്യരത്നാദ്യാലങ്കാരങ്ങളാൽ സവിശേഷവും പ്രകാശിതവും മേരു, മന്ദരം എന്നീ പർവ്വതങ്ങളെപ്പോലെ അത്യുന്നതവും നാനാവിധ മംഗള പദാർത്ഥങ്ങളാൽ പരിശോഭിതവുമായ രാവണ രാജധാനിയിൽ ഹനുമാൻ സ്വലാങ്കുലത്തിൽ നിന്ന് അഗ്നിദേവനെ പടർത്തി. ആകാശം വരെ ഉയരുന്ന അഗ്നിനാളങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷത്തെ വ്യക്തമാകത്തക്ക വിധം പ്രളയമേഘത്തിൽ നിന്നുദിച്ച ഇടിനാദം പോലെ വീരനായ വായുപുത്രൻ ഒന്ന് ഗർജിച്ചു. സമയോചിതമായി പിതാവ് പുത്രനെയും സ്വസഖാവിനെയും സഹായിച്ചു. കാറ്റ് അഗ്നിയെ അതിവേഗത്തിൽ അതിശക്തിയോടുകൂടി രാവണ രാജധാനിയിൽ എത്തിച്ചു. പ്രളയകാലത്തിലെ വഹിനിയെപ്പോലെ ആളുവാൻ തുടങ്ങി. മുക്കിലും മൂലയിലും കൂടി അഗ്നിദേവനെ വായു കൊണ്ടുപോയി എത്തിച്ചു. സ്വർണമയങ്ങളും മുത്തുമണിമയങ്ങളും ദിവ്യരത്നശോഭിതങ്ങളുമായ ഭവന ഭാഗങ്ങൾ 7 നില മാളികകൾ ഉള്ളതിനാൽ വിമാനങ്ങൾ എന്ന വിശേഷനാമധേയത്തോടു കൂടിയ ശോഭയാർന്ന ഭവനങ്ങൾ ഓരോ ഭാഗമായി ഇടിഞ്ഞു പൊളിഞ്ഞ് ഭൂമിയിൽ പതിച്ചു.
പുണ്യം ക്ഷയിക്കുമ്പോൾ സിദ്ധന്മാരുടെ മന്ദിരങ്ങൾ സ്വർഗത്തിൽ നിന്ന് താഴെ വീഴുന്നത് പോലെ ദശാനനൻ്റെ അരമന കഠോരമായി ശബ്ദിച്ചു. അവരവരുടെ വീടുകൾ രക്ഷിക്കുവാൻ അങ്ങുമെങ്ങും പരിഭ്രമിച്ച് ഓടുന്ന രാക്ഷസന്മാരുടെ പരിഭ്രമം പരാജയത്തിൽ എത്തുക മാത്രമായിരുന്നു. ഉത്സാഹവും ഐശ്വര്യവും നശിച്ചിരിക്കുന്ന രാക്ഷസന്മാരുടെ ദയനീയ വിലാപ ശബ്ദം അന്തരീക്ഷത്തിൽ ഉയർന്നു. അഗ്നിദേവൻ വാനരാകൃതിയിൽ ഈ ലങ്കാരാജ്യത്ത് വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞും കുട്ടികൾക്ക് മുല കൊടുത്തും നിൽക്കുന്ന രാക്ഷസികളിൽ അഗ്നി ബാധിച്ചപ്പോൾ തലമുടി അഴിഞ്ഞും നിലവിളിച്ചും പ്രസാദങ്ങളിൽ നിന്ന് താഴ്ത്തു വീഴുന്നു. അവരെ കണ്ടാൽ അമ്പരതലത്തിൽ സഞ്ചരിക്കുന്ന കാർമേഘത്തിൽ നിന്ന് വീഴുന്ന മിന്നലുകളാണെന്നാണ് തോന്നുക. കത്തുന്ന വീടുകളിലുള്ള വസ്ത്രം, വൈഡൂര്യം, പവിഴം, മുത്ത്, വെള്ളി എന്നിവ കൂടി ചേർന്നതുകൊണ്ട് നാനാവിധ വർണ്ണങ്ങളിൽ ഉണ്ടാകുന്ന ധാതുരേണുക്കളെ സദാഗതി സൂനു കണ്ട് സന്തോഷിച്ചു. വീടുകളെയും വൃക്ഷങ്ങളെയും എത്ര തന്നെ ദഹിപ്പിച്ചിട്ടും തൃപ്തിപ്പെടാത്ത പോലെ അഗ്നിയും രാക്ഷസന്മാരെ എത്രമാത്രം നിഗ്രഹിച്ചാലും മതിവരാത്ത പോലെ ഹനുമാനും ഉജ്ജ്വലിച്ചു. രണ്ടുപേർക്കും തൃപ്തി കൈവരുന്നില്ല. വാനരേന്ദ്രനാൽ ഹനിക്കപ്പെടുന്ന അസുരന്മാർക്ക് തിക്കും തിരക്കും കൂടാതെ കിടക്കുവാനുള്ള സ്ഥലവിസ്താരം ലങ്കാരാജ്യത്തിനില്ലാത്തതുപോലെയും കണ്ടു. മഹാത്മാവായ മാരുതി ഒരു ഗൃഹത്തിൽ നിന്ന് മറ്റൊരു ഗൃഹത്തിലേക്ക് പാഞ്ഞ് സഞ്ചരിച്ചു. ഭഗവാൻ ശ്രീ രുദ്രൻ ത്രിപുരന്മാരുടെ 3 ഭവനങ്ങൾ ദഹിപ്പിച്ചതുപോലെ ലങ്കാനഗരി മുഴുവൻ അല്പസമയം കൊണ്ട് ഭസ്മമാക്കി. ത്രികൂട പർവ്വതോപരിയിലുള്ള ലങ്കാപുരിയിൽ അമേയശക്തനായ ഹനുമാൻ എല്ലായിടത്തും അഗ്നി വ്യാപിപ്പിച്ചത് കത്തിജ്വലിച്ച് ഗിരിശൃംഗത്തിൽ കാണപ്പെടുന്ന ശിഖാസമൂഹങ്ങളോടെ പ്രകാശിച്ചു. കാറ്റുകൊണ്ട് ആളിപ്പടരുന്ന അഗ്നി യുഗാവസാനത്തിലെ കാലാഗ്നി പോലെ വീടുകളിൽ പുകയില്ലാതെ രാക്ഷസന്മാരുടെ ദേഹമാകുന്ന നെയ്യിൽ പിടികൂടി തെളിഞ്ഞു കത്തി സ്വർഗലോകം വരെ ഉയർന്നു. കോടി സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ച പോലെയുള്ള കാന്തിവിശേഷം ലങ്കാരാജ്യത്തിൻ്റെ സർവഭാഗത്തും വ്യാപിച്ചു. ബ്രഹ്മാണ്ഡ കടാഹത്തെ പിളർക്കത്തക്ക കഠിന ശബ്ദങ്ങൾ ഇടിമിന്നലിൽ നിന്നുണ്ടായതുപോലെ ഉയർന്നു തുടങ്ങി. അത്യുജ്വല ശോഭയോടെ പ്ലാശിൻ പൂക്കൾ പോലെ ശിഖാഗ്രത്തോടെ അനിലൻ അധികരിച്ചു. പല പല വസ്തുക്കളും കത്തി നിലം പതിക്കാറാകുമ്പോൾ നീലത്താമര പോലെയുള്ള ധൂമപടലങ്ങൾ ആകാശത്തിൻ്റെ നിർമ്മല പ്രകാശത്തിൽ കാണാറായി. ത്രിലോകാധിപനും വജ്രായുധം ഏന്തിയവനുമായ മഹേന്ദ്രനാണോ ഇവൻ? സർവലോകഹന്താവായ അന്തകനാകുമോ? കൽപ്പാന്തകാലത്തിൽ ശ്രീ രുദ്രദേവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്ന് പുറപ്പെട്ട കാലാഗ്നിയാണോ? ചണ്ഡകിരണനായ ആദിത്യദേവനാണോ? അത്യുഷ്ണ കിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ചന്ദ്രനോ? മഹാപ്രതാപിയായ കുബേരനോ? ഇവരിൽ ആരെങ്കിലും ഒരാൾ വാനര രൂപത്തിൽ വന്നതാണ്. യഥാർത്ഥത്തിൽ കവിയല്ല, സാക്ഷാൽ കാലം തന്നെ. സർവലോകവിധാതാവായ നാൻമുഖൻ രാക്ഷസവംശത്തെ സംഹരിക്കത്തക്ക വിധം കോപിച്ചപ്പോൾ ആ കോപം മൂർത്തീകരിച്ച് വാനരനായി വന്നിരിക്കുകയാണോ? ഏതൊരു ബുദ്ധിശക്തിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തതും ഇന്ന രൂപമാണെന്ന് ഒരിക്കലും നിശ്ചയിക്കാൻ സാധിക്കാത്തതും അവസാനം ഇല്ലാത്തതും മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുവാൻ ഇല്ലാത്തതുമായ സാക്ഷാൽ വൈഷ്ണവ തേജസ് സ്വന്തം മായാശക്തിയെ ആശ്രയിച്ച് രാക്ഷസവംശ നാശത്തിനായി വാനരരൂപം ധരിച്ചു വന്നിരിക്കുമോ? സകല ജീവജാലങ്ങളോടും ഭവനങ്ങളോടും വൃക്ഷലതാദികളോടും കൂടിയ ലങ്കാപുരി മുഴുവൻ അതിവേഗത്തിൽ ചാരമായി മാറുന്നത് നോക്കി നിൽക്കുന്ന വിശിഷ്ട രാക്ഷസന്മാർ സംഘം കൂടി ഇത്തരത്തിൽ സ്വാഭിപ്രായം വ്യക്തമാക്കി തുടങ്ങി. ലങ്കാരാജ്യം തന്നെ അത്യുച്ചത്തിൽ നിലവിളിക്കുന്നത് പോലെ രാക്ഷസന്മാർ കുതിരകൾ, തേരുകൾ, ആനകൾ, പക്ഷിസംഘങ്ങൾ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ എന്നിവ ദഹിക്കുമ്പോൾ പെട്ടെന്ന് ശബ്ദമുയർന്നു. ഹാ താതാ, ഹാ മകനെ, ഹാ ഭർത്താവേ, ഹാ ജീവനാഥ, ഹാ ദൈവമേ, പുണ്യം മുഴുവൻ നശിച്ചു കഴിഞ്ഞുവല്ലോ. ഇങ്ങനെ അനേക വിധത്തിൽ നിലവിളിക്കുന്ന രാക്ഷസന്മാരുടെ ഭയങ്കര ശബ്ദം ലങ്കയിൽ നിറഞ്ഞു. തീജ്വാലകൾ സർവത്ര എത്തി. ഉത്കൃഷ്ട വീര രാക്ഷസന്മാർ മുഴുവനും വധിക്കപ്പെട്ടു. ഭടന്മാർ വളരെ കുറഞ്ഞു. അപമാനിതനായ ഹനുമാന്റെ ക്രോധ ശാപത്താൽ ലങ്ക നശിച്ചതുപോലെയായി. ലങ്കാനിവാസികളെല്ലാം വ്യസനിച്ചും പരിഭ്രമിച്ചും അങ്ങിങ്ങ് ഓടിക്കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും ജ്വലിക്കുന്ന തീ മാത്രം. ബ്രഹ്മദേവ കോപാഗ്നിയാൽ ചാമ്പലായ ഭൂമിയെപ്പോലെ കിടക്കുന്ന ലങ്കയെ മഹാമനസ്കനായ ഹനുമാൻ നോക്കി. ഉത്തമ വൃക്ഷ
ലതാദികൾ നിറഞ്ഞ പൂങ്കാവുകൾ തകർത്തു. യുദ്ധത്തിൽ അതിപരാക്രമികളായ രാക്ഷസന്മാരെ സംഹരിച്ചു. ദിവ്യരത്നാദികളാൽ ഐശ്വര്യപൂർണങ്ങളായ മന്ദിരങ്ങൾ ഉൾപ്പെട്ട പട്ടണത്തെ ദഹിപ്പിച്ചു. ഹനുമാന്റെ ഹൃദയം സ്വസ്ഥതയാർന്ന് അല്പനേരം വിശ്രമിക്കുവാൻ ഒരു സ്ഥലത്ത് പോയിരുന്നു. അനേകം അസുരന്മാരെ അന്ധകാലയത്തിൽ എത്തിച്ചു. അത്യുത്തമ വൃക്ഷസമൂഹങ്ങളാൽ കണ്ണും കരളും കക്കുന്ന പൂങ്കാവുകൾ നശിപ്പിച്ചു. രാക്ഷസന്മാരുടെ ഭവനങ്ങൾ തീവച്ചു. ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഹനുമാന്റെ ഹൃദയം ശ്രീരാമസന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. സ്വാമി കാര്യം സാധിത പ്രായമായതിനാൽ ഇനി എത്രയും വേഗം അവിടെ എത്തി വിവരം അറിയിക്കണമെന്ന് ചിന്തിച്ചു. വീരനായ വാനരശ്രേഷ്ഠനെ അതിബല പരാക്രമിയും വായുതുല്യ വേഗതയും അചിന്ത്യ ബുദ്ധിശക്തിയും അത്യന്ത ശ്രേഷ്ഠതയും ഒത്തുചേർന്ന അനിലപുത്രനെ സർവ്വദേവഗണങ്ങളും സ്തുതിച്ചു. ദേവന്മാരും മുനിവര്യന്മാരും ഗന്ധർവന്മാർ വിദ്യാധരന്മാർ നാഗശ്രേഷ്ഠന്മാർ എന്നിവരും മാഹാത്മ്യമുള്ള സർവഭൂതഗണങ്ങളും ഹനുമാന്റെ പരാക്രമത്തെ കണ്ട് ഇന്ന വിധമെന്ന് വിവരിപ്പാൻ സാധ്യമല്ലാത്ത പരമപ്രീതിയാർന്നു കഴിഞ്ഞു. സ്വതവേ തന്നെ തേജസ്വി എന്ന മാരുതി അശോകവനിക പോലെയുള്ള ശ്രേഷ്ഠ ഉദ്യാനങ്ങളെ നശിപ്പിക്കുകയും പോരിനെത്തിയ രാക്ഷസന്മാരെ ഹനിക്കുകയും ലങ്കാരാജ്യത്തെ ദഹിപ്പിക്കുകയും ചെയ്തപ്പോൾ സ്വാമി കാര്യം നിർവഹിച്ചതിലുണ്ടായ സന്തോഷാധിക്യത്താൽ പൂർവാധികം പ്രശോഭിച്ചു. ഉന്നത സൗധാഗ്രത്തിൽ വാലിൽ ജ്വലിക്കുന്ന അഗ്നിയോടുകൂടിയിരിക്കുന്ന ഹനുമാൻ പരിപൂർണ പ്രകാശത്തോടു കൂടിയ സാക്ഷാൽ സൂര്യദേവനെ പോലെ ശോഭിച്ചു. വാനരന്മാരിൽ വെച്ച് അഗ്രഗണ്യനായ വായുപുത്രനെ ഭൂതങ്ങൾ കാലാഗ്നി പ്രത്യക്ഷപ്പെട്ടതുപോലെയാണെന്ന് വിചാരിച്ചു അത്യധികം ഭയപ്പെട്ടു. ഉദ്ദേശം നിറവേറി. ലങ്കാനഗരി ചാമ്പലായി. പുച്ഛാഗ്രത്തിലെ തീ സമുദ്രത്തിൽ മുക്കിക്കെടുത്തി. രാക്ഷസേശ്വര നഗരി മുഴുവൻ ഭസ്മമായി കിടക്കുന്നതിനെ കണ്ട ദേവന്മാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ മാമുനീന്ദ്രന്മാർ മുതലായവർ പരമഭുതഭരിതരായി ശ്രീ ഹനുമാനെ വാഴ്ത്തി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.